അപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ കള്ളൻ്റെ ആത്മകഥ അല്ല ഒരു ജീവചരിത്രം എഴുതിയ സമയത്തൊക്കെ ഞാൻ ഫെയിൽഡായിപ്പോയി. എന്നുവെച്ചാൽ അയാൾ കഥ പറഞ്ഞ് തന്നിരിക്കുന്നതിൻ്റെ 4/1 നമുക്ക് ഈ കടലാസിലേക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റില്ല. അയാൾ എനിക്ക് ഉണ്ടാക്കി തന്ന ഉത്സാഹത്തിൻ്റെ ഒരു പകുതി പോലും ഒരുപക്ഷെ എനിക്ക് അങ്ങോട്ടേക്ക് കൊടുക്കാനായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മുടെ ഈ ശീലങ്ങൾ വെക്കുന്നൊരു ഭയങ്കര അപാകതകളുണ്ട്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നമ്മുടെ കഥാപാത്രങ്ങളൊക്കെ സാധാരണ അല്ലെങ്കിൽ ഇപ്പം ഇതിൻ്റെ അകത്തിരിക്കുന്നതിൽ വളരെ ദുർലഭമായ പേരെ ചിലപ്പോൾ അതിലുണ്ടാകത്തുള്ളൂ. നമ്മൾ എഴുതുന്നുള്ള ആരാണോ അവർ കേൾക്കുന്നില്ല, അവർ ഓഡിറ്റോറിയത്തിൻ്റെ പുറത്താണ്. അപ്പോൾ എന്ന് പറയുന്ന കണക്കുള്ള ഒരു സംഗതി. അപ്പോൾ എന്ന് വെച്ചാൽ അവർക്കാണ് കഥ എന്ന് വെച്ചാൽ കഥാപാത്രത്തിൻ്റെ നിഷ്കളങ്കത എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. കഥാപാത്രത്തിൻ്റെ അവർ ഏണും കോണും ഒപ്പിച്ച് ജീവിക്കുന്ന മനുഷ്യരല്ല. അപ്പോൾ അതിൻ്റെ റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങളുടെ റിഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രത്യേകതയുള്ള ഒരു സന്ദർഭത്തിനനുസരിച്ച് റിഫ്ലക്സ് ഒരു ഭയങ്കര പ്രധാനമാണ്. ഇത് പിന്നെ ഇടത്തരക്കാർക്കും അല്ലെങ്കിൽ എല്ലാ സമയവും അടുത്ത പിന്നെ മറ്റേ കാരി കാസ്പറോവിനെ കണക്ക് അടുത്ത 4 മൂവ് ഏതൊക്കെയാണ് എന്ന് പിന്നെ ആലോചിച്ചുകൊണ്ട് ചെസ്സ് കളിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ നമുക്ക് കഥാപാത്രമായി ഉപയുക്തമാക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളല്ല.